എന്താണ് യഥാർത്ഥത്തിൽ ഇന്ന് കോട്ടയം കുറുപ്പുംതുറയിൽ സംഭവിച്ചതെന്ന് അറിയണം. അതിന് അവിടെ ഈ സംഭവങ്ങളൊക്കെ നേരിട്ട് കണ്ട ഒരു പ്രദേശവാസി, അവിടുത്തെ ഒരു പ്രദേശവാസി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ജിതിൻ ആണ് ചേരുന്നത്. ജിതിൻ, യഥാർത്ഥത്തിൽ ഇന്ന് എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? ഈ ഗൂഗിൾ മാപ്പ് തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പ് മാത്രമാണോ ആ ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചത്? ജിതിൻ, എന്താണ് തോന്നുന്നത്? ഞാൻ രാവിലെ രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത ഒരാളാണ്. അപ്പോ ഇത് ഗൂഗിൾ മാപ്പിന്റെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ പഞ്ചായത്ത്, അതായത് മാഞ്ഞൂർ പഞ്ചായത്താണ്. ഈ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഇത് ആദ്യത്തെ സംഭവമല്ല ഇത്. ഇതിപ്പോ എല്ലാ വർഷവും മിനിമം ഒരു 4 വാഹനങ്ങളെങ്കിലും ഇവിടെ വീഴാറുണ്ട്. അപ്പൊ പണ്ട് മുതലാണെങ്കിൽ നമ്മുടെ രാജമ്പി ദേവി നാടക വണ്ടി ഉൾപ്പെടെ ഇവിടെ വീണിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടെ വീണൊരു സ്ഥലമാണിത്. അപ്പോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇത്ര വർഷങ്ങളായിട്ടും. ഗൂഗിൾ മാപ്പിന്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ വരുമ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ക്ലിയർ ആയിട്ടല്ല കാണിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ജിതിൻ പറയുകയുണ്ടായി ഇത്തരത്തിൽ അപകടം ഇതിന് മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അവിടെ ഒരു സൈൻ ബോർഡ് അടക്കം സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവുന്നത്? നിങ്ങളൊരു നാട്ടുകാരെന്ന നിലയിൽ ഒരു ചോദ്യം ചോദിച്ചില്ലേ ഇതുവരെ അവിടുത്തെ അധികൃതരെ നേരിട്ട് കണ്ടിട്ട്? ഓക്കെ, വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ ഞങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിന്റെ പേരിൽ. അതായത് കഴിഞ്ഞ ഒരു 8 മാസത്തിന് മുമ്പ് ഒരു ഫാമിലി സഞ്ചരിച്ച ഒരു വാഹനം ഇതുപോലെ തന്നെ ഈ ഒരു തോട്ടിൽ വീണിരുന്നു. അന്ന് ഇത്രയും വെള്ളമില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്രയും അപകടം ഉണ്ടായില്ല. അന്ന് വലിയ പ്രക്ഷോഭങ്ങൾ തന്നെ ഇവിടെ ഉണ്ടായതാണ്. അപ്പൊ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് അവിടെ ചെറിയൊരു ചെയിൻ മാത്രം കൊണ്ട് കെട്ടിവെച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. അത് കാലപ്പഴക്കം ചെന്ന് നശിച്ചു പോവുകയും അത് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും അവിടെ കാണാം. ശരി. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ആ സ്ഥലത്ത് ആവർത്തിക്കുകയാണ് എന്നാണല്ലേ പറയുന്നത്? അതെ, ആവർത്തിക്കുകയാണ്. ഇന്ന് തന്നെയാണല്ലോ അവര് ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. കോട എൻഡവർ പോലെ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ അത്രയും വെയിറ്റ് ഉള്ള വണ്ടി 200 മീറ്ററോളം ഒഴുകി പോകണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം അപകടം സാഹചര്യത്തിലൂടെയാണ് അവർ തരണം ചെയ്തത്. അത്ര ഒഴുക്കുണ്ടായിരുന്നു ആ തോട്ടില്, നല്ല വെള്ളം ഉണ്ടായിരുന്നു. അവരുടെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അവർ രക്ഷപ്പെട്ടത്. ഇത് സ്ഥിരമാണ്. സാധാരണ പ്രാദേശികമായിട്ട് ഓട്ടോ, ചെറിയ ബൈക്കുകളൊന്നും വീണുമ്പോൾ ഇത് വലിയ കാര്യമായിട്ട് പഞ്ചായത്തൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇതുപോലെ വലിയ വണ്ടികളൊക്കെ വീണ് കുറച്ച് ഇതായി കഴിയുമ്പോഴേ അവരിത് മൈൻഡ് ചെയ്യുന്നുള്ളൂ. എങ്കിലും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഭയങ്കര കെടുകാര്യസ്ഥതയാണ് ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും.